ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1, 2, 3, 4 വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട ശേഷം മാത്രമേ ഈ 5th വീഡിയോയിലോട്ട് കടക്കാവുള്ളൂ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് റിയാക്റ്റ് ഫങ്ഷണൽ കമ്പോണൻറ്റിനെ പറ്റിയും ഹുക്കിനെ പറ്റിയാണ്. ഇപ്പോൾ ഹുക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫങ്ഷണൽ കമ്പോണൻറ്റിനെ നമുക്ക് ക്ലാസ് കമ്പോണൻറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അതായത് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെ പറ്റി ആണ് കൂടുതൽ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഹുക്കുകളെ പറ്റിയാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ പറ്റി പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് app.jsലെ ഈ പഴയ 2 കമ്പോണൻറ്റ്സ്, അതായത് ഫങ്ഷണൽ കമ്പോണൻറ്റും ക്ലാസ് കമ്പോണൻറ്റിനും റിമൂവ് ചെയ്യാം. നമുക്ക് പുതിയൊരു ഫയലിലൂടെ src ഫോൾഡറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ് ഹുക്ക് എന്ന് പറയുന്നു. യൂസ് സ്റ്റേറ്റ് ഹുക്കാണ് ഉദ്ദേശിക്കുന്നത്. .js എന്ന് പറയുക. നമുക്ക് സ്റ്റേറ്റ് ഹുക്ക് എന്നുള്ള ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഇമ്പോർട്ട് പറയുക, റിയാക്ട് ഫ്രം റിയാക്ട് എന്ന് പറയുക. ഇനി നമുക്ക് ഫങ്ഷൻ സ്റ്റേറ്റ് ഹുക്ക് എന്ന് പറയാം. അപ്പോൾ നമുക്ക് റിട്ടേൺ ഫ്രാഗ്മെൻറ്റ്സ് പറയാം. ഇതിനകത്ത് h1 ജസ്റ്റ് ഒരു ഹലോ എന്ന് പറയുന്നു. ഇനി നമുക്കിവിടെ എക്സ്പോർട്ട് പറയാം. എക്സ്പോർട്ട് ഡീഫോൾട്ട്, നമുക്ക് എക്സ്പോർട്ട് ഡീഫോൾട്ട് സ്റ്റേറ്റ് ഹുക്ക് എന്ന് പറയുക. ഇതോടുകൂടി നമ്മുടെ ഒരു ബേസിക് ഫങ്ഷണൽ കമ്പോണൻ്റ് സിൻടാക്സ് ആയി. ഇനി നമുക്കത് app.jsൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 ഇമ്പോർട്ട് അങ്ങ് മാറ്റാം. അതിനുശേഷം നമുക്ക് പുതിയ ഫയലിന് ഇമ്പോർട്ട് കൊടുക്കാം. ഇമ്പോർട്ട് ഇവിടെ സ്റ്റേറ്റ് ഹുക്ക് എന്ന് പറയുക, ഫ്രം സ്റ്റേറ്റ് ഹുക്ക്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഹുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഹലോ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫങ്ഷണൽ കമ്പോണൻറ്റിനെ പറ്റിയൊന്ന് പഠിക്കാം. ഇവിടെ ഫങ്ഷൻ സ്റ്റേറ്റ് ഹുക്ക് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ആരോ ഫങ്ഷനായിട്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മാറ്റാം. ആരോ ഫങ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഇവിടെ കാണിച്ചു തരാം. നമുക്കിവിടെ ഫങ്ഷൻ എന്നുള്ളത് പറയണ്ട. ഇവിടെ നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുക, കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ്റെ പേര് പറയുക. ഇവിടെ ഈക്വൽ പറയുക. അതിനുശേഷം ഈ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് വേണം. ഇവിടെ നമ്മളൊരു ആരോ പറയുക. ഇതാണ് ആരോ ഫങ്ഷൻ. ബേസിക്കലി ഇത്രയുമുള്ള എൻ്റെ സിൻടാക്സ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടല്ലോ, മാറ്റമൊന്നുമില്ല. സോ ഇതാണ് ആരോ ഫങ്ഷൻ. നമുക്ക് ഇങ്ങനെ വേണേലും ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് VS കോഡ് എഡിറ്റർ ആണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് പറയുന്നത്. റിയാക്റ്റിൻ്റെ R, ഫങ്ഷൻ്റെ F, കമ്പോണൻറ്റിൻ്റെ C വിത്ത് എക്സ്പോർട്ട് എന്നുള്ള ലൈനൂടെ വരണമെന്നുണ്ടെങ്കിൽ RFC എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഉണ്ടല്ലോ, നമുക്കുള്ള ആ ഫങ്ഷണൽ കമ്പോണൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ എന്തെങ്കിലും ഒരു കമാൻഡും എല്ലാം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ജസ്റ്റ് ഹലോ എന്ന് കൊടുക്കുന്നു. ഉണ്ടല്ലോ, ഹലോ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആരോ ഫങ്ഷണൽ കമ്പോണൻ്റാണ് വേണ്ടതെന്ന് വെച്ചു. ആരോ ഫങ്ഷൻ നമുക്ക് വേണം. ഈ നോർമൽ ഫങ്ഷൻ ആരോ ഫങ്ഷനുള്ള ഫങ്ഷണൽ കമ്പോണൻ്റാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ നമ്മൾ റിയാക്റ്റ് എ കൊടുക്കുക. ആരോ ഫങ്ഷണൽ കമ്പോണൻറ്റ് വിത്ത് എക്സ്പോർട്ട് RAFC കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കണ്ടല്ലോ, അവിടെ ആരോ ഫങ്ഷനാണ് അവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഈ 2 രീതിയും പഠിക്കുക. VS കോഡ് എഡിറ്ററിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫങ്ഷണൽ കമ്പോണൻ്റ് ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് നേരെ ഈ ഫങ്ഷണൽ കമ്പോണൻറ്റിനെ അത് സ്റ്റേറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പഠിക്കാം. നമുക്ക് ആദ്യം ഇവിടെ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ പറ്റി പഠിക്കാം. ഇവിടെ നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് എന്തുകൊണ്ടാണ് ഇടുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു എക്സ്ട്രാ ഒരു ഡിവിനെ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും. അത് ഓർത്തോണം. അപ്പോൾ നമുക്ക് ഒരു ഡിവിന് പകരം എപ്പോഴും ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഡിവുകൾ നമുക്ക് നമ്മളുടെ ഡോമിലോട്ട് ആഡ് ചെയ്യില്ല. നമുക്കിനി യൂസ് സ്റ്റേറ്റ് ഹുക്ക് ക്രിയേറ്റ് ചെയ്യാം. യൂസ് സ്റ്റേറ്റ് ഹുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഈ റിട്ടേണിന് പുറത്തും അതുപോലെ തന്നെ ഈ ഫംഗ്ഷനകത്ത് ഈ ഭാഗത്താണ് നമ്മൾ ഹുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. ഹുക്ക് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ കോൺസ്റ്റന്റ് ഉപയോഗിക്കുക. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേരിയബിൾ സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ അതിനുശേഷം കോമ ഇട്ടിട്ട് ഇതിനെ ഈ പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യാനുള്ള അപ്ഡേറ്റർ മെത്തേഡ് ഇവിടെ പറയുക. അപ്പം ഞാൻ കൗണ്ടാണ് പറയുന്നതെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ജാവ പഠിച്ചവർക്കറിയാം സെറ്റർ ഗെറ്റർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പം എപ്പോഴും സെറ്റ് എന്നുള്ള രീതിയിലായിരിക്കണം ഇതിനെ ചേഞ്ച് ചെയ്യാനുള്ള
അപ്ഡേറ്റർ മെത്തേഡിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ സെറ്റ് കൗണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഞാൻ ഏജ് ആണെങ്കിൽ സെറ്റ് ഏജ്, നെയിം ആണെങ്കിൽ സെറ്റ് നെയിം, അങ്ങനെയായിരിക്കും പറയുക. അതങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡും. സോ ഇവിടെ നമുക്ക് ഇനി യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം, അതിനകത്തൊരു വാല്യൂ പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യാം. നമുക്കിങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഇവിടെ ഞാൻ h1 ടാഗിനകത്ത് കൗണ്ട് എന്ന് പറയുന്നു. അത് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർലി ബ്രാക്കറ്റിനകത്ത് ആ പ്രോപ്പർട്ടിയുടെ പേര് പറയുക, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇത് കൗണ്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാനുള്ള പറഞ്ഞല്ലോ അപ്ഡേറ്റർ മെത്തേഡ് ഇതാണ്. അപ്പോൾ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുകൂട്ട് തന്നെ ഈ ഫംഗ്ഷനകത്തും ഈ പറഞ്ഞ JSXൻ്റെ ഈ നമ്മൾ HTML എഴുതുന്ന ഭാഗത്തിന് പുറത്തുമായിട്ടായിരിക്കും, ഈ ഭാഗത്താണ് എപ്പോഴും എഴുതേണ്ടത്. ഫങ്ഷണൽ കമ്പോണൻ്റ് റിട്ടേണിൻ്റെ വെളിയിലും ക്ലാസ് കമ്പോണൻ്റ് റെൻഡറിൻ്റെ വെളിയിലും ആയിരിക്കണം എഴുതേണ്ടത്. നമുക്ക് ഈ സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ അപ്ഡേറ്റർ ഫംഗ്ഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കോൺസ്റ്റ് ചേഞ്ച് കൗണ്ട് എന്ന് പറയുന്നു ഈക്വൽ ഒരു ആരോ ഫംഗ്ഷൻ പറയുന്നു. ഇതിനകത്ത് നമുക്ക് സെറ്റ് കൗണ്ടിനകത്ത് നമുക്ക് കൗണ്ട് പ്ലസ് 1 എന്ന് പറയാം. കൗണ്ട് പ്ലസ് 1 എന്ന് പറയാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സെറ്റ് കൗണ്ട് കോൾ ചെയ്താണ് നമുക്ക് ഈ കൗണ്ടിനെ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ടൊരു ബട്ടൺ എന്തെങ്കിലും വയ്ക്കാം. ചേഞ്ച് കൗണ്ട് എന്ന് പറയും. ഇവിടെ നമുക്ക് ഓൺ ക്ലിക്ക് പറയാം. നമുക്ക് ചേഞ്ച് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ കോൾ ചെയ്യാം. അപ്പോൾ ഓർക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം നമുക്ക് ഓൺ ക്ലിക്കിനകത്ത് ഇങ്ങനെ കർലി ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയാണ്. ഞാൻ വേറൊരു രീതി കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചേഞ്ച് കൗണ്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ആ കൗണ്ട് അത് കൂടുന്നുണ്ട്. സോ സെറ്റ് കൗണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഈ ബട്ടണിൽ തന്നെ നമുക്കിവിടെ എഴുതാം. ഇവിടെ ഓൺ ക്ലിക്കിനകത്ത് ഈ ഫംഗ്ഷൻ്റെ പേര് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നമ്മളൊരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഇവിടെ നമുക്ക് ആരോ ഫംഗ്ഷൻ പറയാം. അതിനകത്ത് നമുക്ക് നേരെ സെറ്റ് കൗണ്ട് പറഞ്ഞിട്ട് ഇവിടെ കൗണ്ട് പ്ലസ് 1 എന്ന് പറയാം. ഇപ്പോൾ കണ്ടല്ലോ, ഒരു ഇൻലൈൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇവിടെ. ഇൻലൈൻ ഫംഗ്ഷൻ കോൾ എന്ന് തന്നെ പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണയായിട്ട് ചെറിയ ഓപ്പറേഷൻസിന് ചെയ്യാം. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡുള്ള കാൽക്കുലേഷൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നതല്ല. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ രീതിയിൽ സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതുന്നത്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കണ്ടല്ലോ ആ ഇൻലൈൻ ഫംഗ്ഷൻ ഇവിടെ നമുക്കത് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഉപയോഗിച്ച് നമുക്കൊരു ഒബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കോൺസ്റ്റ് ഇവിടെ പേഴ്സൺ എന്ന് പറയുന്നു, സെറ്റ് പേഴ്സൺ എന്ന് പറയുക. അതിനുശേഷം ഇവിടെ നമുക്ക് യൂസ് സ്റ്റേറ്റ് ഹുക്ക് പറയാം. ഇവിടെ നമ്മൾ മറ്റേതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്കിവിടെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് കർലി ബ്രാക്കറ്റ് ഇടുക. കർലി ബ്രാക്കറ്റ് ഇട്ട ശേഷം നമുക്ക് ഇവിടെ നമുക്ക് നെയിം പറയാം. ഇവിടെ നമുക്ക് ജെയിംസ് എന്ന് പറയുന്നു. ഇവിടെ കീ വാല്യൂ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ ജോബ് ആൻഡ് ക്ലർക്ക് എന്ന് പറയുന്നു. ഇവിടെ ഏജ് പറയുന്നു. ഇവിടെ ഞാൻ 30 എന്ന് പറയുന്നു. സോ ഇപ്പം നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ആയത്. നമ്മളിനി ഈ സെറ്റ് പേഴ്സൺ വെച്ചിട്ട് മാനേജ് ചെയ്യുന്നതും ഒരു ഒബ്ജക്റ്റിനായിരിക്കും. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ h1 ഇവിടെ നമുക്ക് കർലി ബ്രാക്കറ്റിനകത്ത് പേഴ്സൺ എന്ന് പറയുക, ഡോട്ട് നെയിം. ഇവിടെ ജോബ് പേഴ്സൺ ഡോട്ട് ജോബ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ വരിക.
ഏജ് പറയുന്നു, ഇവിടെ പേഴ്സൺ ഡോട്ട് ഏജ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം അത് ആ ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതാം. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം, കോൺസ്റ്റ് അപ്ഡേറ്റ് പേഴ്സൺ എന്ന് പറയാം. ഒരു ആരോ ഫംഗ്ഷൻ പറയാം. അതിനകത്ത് കോഡ് ഇവിടെ നമുക്ക് ഈ പേഴ്സൺ എന്നുള്ള പ്രോപ്പർട്ടിയിൽ നമുക്കിപ്പോൾ ഏജ് എന്നുള്ളൊരു വാല്യൂ മാറ്റണം. അപ്പോൾ അത് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ആ സെറ്റ് അപ്ഡേറ്റർ മെത്തേഡിന്, അതായത് സെറ്റർ ഫംഗ്ഷനെ കോൾ ചെയ്യാണ് സെറ്റ് പേഴ്സൺ എന്നുള്ളത്. അതിനകത്ത് പറയേണ്ട രീതിയുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കർലി ബ്രാക്കറ്റ് ഇടുക. ഇവിടെ നമുക്ക് മുമ്പൊരു വാല്യൂ ആണ് സെറ്റ് കൗണ്ട് എന്നുള്ളത്. ഇവിടെ കൗണ്ട് എന്നുള്ളതായിരുന്നു ഇവിടെ വാല്യൂ. നമ്മുടെ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് +1 എന്ന് ഈസി ആയിട്ട് സെറ്റ് കൗണ്ട് പറയാം. പക്ഷേ ഇവിടെ സെറ്റ് പേഴ്സണകത്ത് നമുക്കറിയാം ഇതൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏജ് മാത്രം മാറ്റണമെന്ന് വിചാരിക്കുക. അങ്ങനെ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയ വാല്യൂസ് ഒന്നും മാറണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3 ഡോട്ട് ഇടുക, സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ പഴയ ജാവാസ്ക്രിപ്റ്റ് വീഡിയോ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ, അപ്പോൾ അത് കണ്ടിട്ട് വരിക. ഇവിടെ നമ്മൾ പേഴ്സൺ എന്ന് കൊടുക്കുക, കോമ കൊടുക്കുക. ഏത് വാല്യൂ ആണോ, അപ്പോൾ ഇതാണ് പ്രീവിയസ് വാല്യൂ. ഇപ്പോൾ ഏത് വാല്യൂ ആണോ ചേഞ്ചിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ പേര് വാല്യൂ കൊടുക്കുക. ഇവിടെ നമ്മൾക്ക് കീ വാല്യൂ എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ പറയേണ്ടത് സ്പ്രെഡ് ഓപ്പറേറ്റർ, അതായത് പ്രീവിയസ് വാല്യൂ. അതുപോലെ തന്നെ ഏത് പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യേണ്ട ആ പ്രോപ്പർട്ടിയുടെ പേര് കീ. നമ്മളിവിടെ ഏജ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പുതിയ വാല്യൂ ഇവിടെ ഞാൻ 31 എന്ന് കൊടുക്കുന്നു. കണ്ടല്ലോ. സോ നമുക്കിവിടെ ഇപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷനെ ഇവിടെ ഒന്ന് കോൾ ചെയ്യാം. അതിനായിട്ടൊരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ചേഞ്ച് ഏജ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഏജ് മാത്രമല്ലേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഓൺ ക്ലിക്ക് ഇവിടെ നമുക്ക് അപ്ഡേറ്റ് പേഴ്സൺ എന്നുള്ളത് ആ മെത്തേഡ് കോൾ ചെയ്യാം. ഉണ്ടല്ലോ. ഇവിടെ ഇത് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. ഇവിടെ അപ്ഡേറ്റ് പേഴ്സൺ കോൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചേഞ്ച് ഏജ് എന്നുള്ള ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഇവിടെ സെറ്റ് പേഴ്സൺ എന്നുള്ളത് ഈ രീതി കൊടുക്കാൻ കാരണം ഇവിടെ നമ്മൾ യൂസ് സ്റ്റേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വേരിയബിൾ അല്ല, മറിച്ച് ഇവിടെ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റിനകത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിയുടെ പഴയ വാല്യൂ നിലനിർത്തിക്കൊണ്ട് ഏത് പ്രോപ്പർട്ടിയാണോ മാറ്റേണ്ടത് അതിൻ്റെ കീ പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ പറയുക. ഈ രീതിയിലാണ് മാറ്റേണ്ടത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ചേഞ്ച് ഏജ് പറയാം. കണ്ടല്ലോ. ഇപ്പോൾ ചേഞ്ച് ഏജ് പറഞ്ഞപ്പോൾ തന്നെ ഏജ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇത് ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഈ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം ഓർക്കുക. ഇവിടെ നമുക്ക് ഓരോ പ്രാവശ്യം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് ഏജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഏജ് ചേഞ്ച് ആവുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത് ഡോമിൽ അത് ആ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ റീറണ്ടർ ചെയ്യണം. അപ്പോൾ ഓരോ പ്രാവശ്യം യൂസ് സ്റ്റേറ്റ് ഹുക്കിനകത്ത് സ്റ്റേറ്റിന് മാറ്റം വരുമ്പോൾ അത് റീറണ്ടർ കോൾ ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് യൂസർ എഫ് എന്ന് പറഞ്ഞ ഹുക്കാണ്. യൂസർ എഫ് ഹുക്കിനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ഒരു വാല്യൂ, അതായത് യൂസർ എഫ് ഹുക്കിലെ ഡോട്ട് കറണ്ട് എന്നുള്ള വാല്യൂ ആണ്. അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അത് റീറണ്ടർ കോൾ ചെയ്യില്ല. പക്ഷേ അത് വാല്യൂ പെർസിസ്റ്റ് ചെയ്യും അക്രോസ് റീറണ്ടർ. അപ്പോൾ അതാണ് അടുത്ത് പഠിക്കാൻ പോകുന്ന യൂസർ എഫ് ഹുക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്തത് യൂസർ എഫ് ഹുക്ക് ഒന്ന് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു SRC ഫോൾഡറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റഫ് ഹുക്ക് എന്ന് പറഞ്ഞിട്ട് .js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കറിയാലോ, ഷോർട്ട് കട്ട് കീ അറിയാമല്ലോ, റിയാക്ട് ആരോ ഫങ്ഷൻ കമ്പോണൻറ്റ് വിത്ത് എക്സ്പോർട്ട് RAFC എന്ന് കൊടുത്താൽ മതി. നമ്മളുടെ ഫങ്ഷണൽ കമ്പോണൻറ്റ് റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ഇവിടെ ആഡ് ചെയ്യാം. നമ്മളുടെ app.js ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ റഫ് ഹുക്ക് എന്ന് പറയുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇമ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, കാണാമല്ലോ. ഇനി നമുക്ക് ഈ റഫ് ഹുക്കിനകത്ത് ഇവിടെ നമുക്കൊരു യൂസർ ഓഫ് ഹുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ അതിനായിട്ട് കോൺസ്റ്റ് പറയുക. ഇവിടെ റഫ് എന്നായിക്കോട്ടെ, അതിൻ്റെ പേര് യൂസർ ഓഫ് ഹുക്കിൻ്റെ പേര് റഫ് എന്നായിക്കോട്ടെ.
ഇവിടെ നമ്മൾ ഈക്വൽസ് യൂസ് റഫ് എന്ന് പറയുക, അതാണ് മെത്തേഡിൻ്റെ പേര്. ഇനിഷ്യലി നമ്മൾ 0 കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ 0 കൊടുത്ത് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഹുക്ക് യൂസർ ഹുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഇവിടെ H1 കൊടുക്കാം. ഇവിടെ റഫ് ഹുക്ക് റഫ് കൗണ്ട് എന്ന് പറയാം. ഇത് മറ്റേതുമായിട്ട് വ്യത്യാസം അറിയാൻ വേണ്ടിയാണ്. കള്ളി ബ്രാക്കറ്റ് ഇട്ട് തന്നെയാണ് റഫ് പറയേണ്ടത്. ഇവിടെ റഫ് ഡോട്ട് കറണ്ട് എന്ന് പറയുക, അതാണ് അതിൻ്റെ വാല്യൂ. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബ്രൗസറിൽ. ഇതവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൂടെ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് ഇതിനെ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺ ചേഞ്ച് റഫ് കൗണ്ട് എന്ന് പറയുക. നമുക്കിനി ഈ റഫ് കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഇവിടെ എഴുതാം. ഇവിടെ കോൺസ്റ്റ് ചേഞ്ച് റഫ് എന്ന് പറയാം, ഈക്വൽ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് റഫ് ഡോട്ട് കറണ്ട് പ്ലസ് ഈക്വൽസ് 1 എന്ന് പറയാം. അതായത് കറണ്ട് വാല്യൂ പ്ലസ് 1 എന്ന് പറയാം. അതൊന്ന് കൺസോളിലൂടെ ചെയ്താൽ കൺസോൾ ഡോട്ട് ലോഗ് പറയാം, റഫ് ഡോട്ട് കറണ്ട് എന്ന് പറയാം. സോ ഇവിടെ നമ്മളൊരു ബട്ടൺ വെച്ചിട്ട് ചേഞ്ച് റഫ് കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ചേഞ്ച് റഫ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഓൺ ക്ലിക്ക് പറയാം. ഓൺ ക്ലിക്ക്. അപ്പോൾ നമ്മൾ ആ ചേഞ്ച് റഫ് കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ റഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡോട്ട് കറണ്ടിലാണ് ഇരിക്കുന്നത്. നമുക്കത് നോക്കാം. സോ ബ്രൗസർ എടുത്തു, റിഫ്രഷ് ചെയ്യുക. ഇതാണ് ആ ബട്ടൺ. നമുക്ക് ഇവിടെ ഇൻസ്പെക്റ്റ് കൂടെ വേണം. ഇൻസ്പെക്റ്റിനകത്ത് കൺസോൾ എടുക്കുക. കൺസോളൊന്ന് ക്ലിയർ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഈ ബട്ടൺ ഒന്ന് അമർത്താം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, കൺസോൾ ഡോട്ട് ലോഗിലെ വാല്യൂ വെച്ചിട്ട് റഫിലെ കറണ്ട് വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഓരോ പ്രാവശ്യം ഞാൻ ഈ ചേഞ്ച് റഫ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റഫ് ഡോട്ട് കറണ്ട് എന്നുള്ള വാല്യൂ ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ ഡോമിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഈ യൂസർ എഫിൻ്റെ ഒരു പ്രത്യേകതയാണത്. യൂസർ എഫ് ഹുക്കിൽ ചേഞ്ചസ് വരുമ്പോൾ അത് റീറണ്ടർ കോൾ ചെയ്തില്ല. അതേസമയം യൂസ് സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് കാണാം, കാരണം ആ ചേഞ്ചസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് യൂസർ എഫും യൂസ് സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമുക്ക് ക്ലിയർ ആയിരിക്കണം. യൂസർ എഫ് ഹുക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന് ഡോം എലിമെൻറ്റ്സിനെ നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ബട്ടൺ ഇവിടെ ഉണ്ട്. ഈ ബട്ടണിൻ്റെ നമുക്കൊരു കളർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക യൂസർ എഫ് ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ നമ്മൾ റഫ് ഈസ് ഈക്വൽ ടു കർലി ബ്രാക്കറ്റിനകത്ത് ആ റഫ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഇവിടെ യൂസർ എഫ് ഹുക്ക് ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് അതിനെ ആക്സസ് ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ മാറ്റാം. ഇവിടെ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റഫ് ഡോട്ട് കറണ്ട് ഡോട്ട് സ്റ്റൈൽ എന്ന് പറയുക, ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ പറയുക. എന്നിട്ട് നമുക്കുള്ളൊരു കളർ പറയും. ഞാനിവിടെ റെഡ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്താ ചേഞ്ച് എന്നുള്ളത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടല്ലോ, ആ ബട്ടണിൻ്റെ കളർ മാറി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യൂസർ ഓഫ് ഹുക്ക് വഴി നമുക്ക് ഡോം എലമെൻറ്റ്സിനെ നേരിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതും ഓർത്തിരിക്കുക.